ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവ 2016 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സസ്പെൻഷൻ വർക്കും അതുപോലെ തന്നെ ഓയിൽ ലീക്ക്, ഹെവി ആയിട്ട് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. ഓയിൽ ലീക്ക് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാൾ കവർ ക്രാക്കായിരുന്നു. ഉള്ളിൽ ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു ക്രാക്ക് ഉണ്ടായിരുന്നു. ആ ക്രാക്ക് കാരണമാണ് പുറത്തേക്ക് ഫുള്ളായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വാൾ കവർ മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ വാൾ കവർ പാക്കിംഗ് മാറിയിട്ടുണ്ട്, അതിന് നോസിൽ സീൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ റിയർ ആൻഡ് ഓയിൽ സീലും ഇതിൽ ലീക്ക് ഉണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്യാം ഓയിൽ സീലും ഇതിനകത്ത് ലീക്ക് ഉണ്ടായിരുന്നു, അത് ക്യാം ഓയിൽ സീലും നമ്മൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് മേജർ ഓയിൽ ലീക്ക്, ഹെവി ആയിട്ട് ഓയിൽ ലീക്കാണ് ഇതിന് കംപ്ലയിൻറ്റ് നേരത്തെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ വർക്കുകളും ഫുള്ളായിട്ടുണ്ടായിരുന്നു. സസ്പെൻഷൻ വർക്കും അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് ഹാർഡ് ഉണ്ടായിരുന്നു, എഞ്ചിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട്, ഓയി അല്ല ഇട്ടിരിക്കുന്നത്, ലോക്കലായിരുന്നു ഇട്ടിരിക്കുന്നത്. അത് മാറ്റി നമ്മൾ ഒറിജിനലാക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലിട്ടിട്ടും ആ വൈബ്രേഷൻ കംപ്ലീറ്റും അതുപോലെ തന്നെ ഉണ്ട്. എന്ന് പറഞ്ഞിട്ടൊരു മൂളിച്ചം മാത്രമാണ് ഇതിനകത്തുള്ളത്. പിന്നെ അതുപോലെ ഇവിടുത്തെ വയറിംഗ് ഹാർനസ് കംപ്ലീറ്റും കംപ്ലൈൻ്റ് ആയിരുന്നു, മൊത്തം പുറത്ത് തള്ളിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഡീസൽ ഫിൽറ്ററിൻ്റെ വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ പല വർക്ക്ഷോപ്പിലും അതുപോലെ തന്നെ കമ്പനിയിലൊക്കെ കൊടുത്ത് ക്ലിയർ ആവാതെയാണ് നമ്മുടെ അടുത്ത് വന്നത്. നമ്മളത് എടുത്ത് കംപ്ലീറ്റ് വർക്കും ഇപ്പോൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓയിൽ ലീക്ക് കംപ്ലീറ്റ് നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് സെറ്റ് കാര്യങ്ങളും മാറിയിട്ടുണ്ട്. എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും ഓയി തന്നെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ടൈം ബെൽറ്റും ഇതിനകത്ത് നേരത്തെ കടന്നിരുന്നത് ഓയി അല്ല, നോർമൽ ഒരു ടൈം ബെൽറ്റാണ് ഉണ്ടായിരുന്നത്. ഫെൻഡറിൻ്റെ അങ്ങനെ ഏതൊരു മേക്കായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളത് മാറ്റി ഒറിജിനൽ ടൈം ബെൽറ്റും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ബെൽറ്റും നമ്മളിതിനകത്ത് ഒറിജിനൽ ഡ്രൈ ബെൽറ്റും നമ്മളിതിനകത്ത് ഇട്ടിട്ടുണ്ട്. എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട്, എല്ലാ പണികളും ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ജെന്യൂൻ അല്ലാത്തത് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് മാറ്റി അതൊരു ജെന്യൂൻ ഇട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പുള്ളിങ്ങിൽ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ ആ പുള്ളിങ്ങിൽ ആ ഒരു സെൻസറിൽ വരുന്ന ഒരു ഫിൽറ്റർ, നമ്മൾ എയർ മസൽ സെൻസറിൽ വരുന്ന ഒരു ഫിൽറ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പുള്ളിങ്ങും കാര്യങ്ങളും ഇപ്പോൾ വണ്ടി പക്കയാണ് ഓടിക്കാനായിട്ട്. അതേപോലെ തന്നെ ലീക്കോ കാര്യങ്ങളോ ഇല്ല. സസ്പെൻഷൻ വർക്കുകൾ ചെയ്തപ്പോൾ വണ്ടിയും സ്റ്റേബിളാണ് വണ്ടി ഓടിക്കാനായിട്ട്. ഇപ്പോൾ ഡീസൽ ഫിൽറ്ററിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് ഉണ്ട്, അത് നമ്മൾ വയർ വെടിയിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആകും. വയർ രണ്ടും വെടിയിച്ചിട്ടതിന് ശേഷം ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട് 2 വയറും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഡീസൽ ഫിൽറ്ററിൻ്റെ വാർണിംഗ് ലൈറ്റ് കട്ട് ഓഫ് ആകും. അത് ആ ഒരു വർക്കുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഡിലേ പറഞ്ഞിട്ടുണ്ട്. ഡിലേ എന്ന് പറഞ്ഞാൽ ഡീസലും ലീക്ക് ഉണ്ടായിരുന്നു നല്ലവണ്ണം ഇതിനകത്ത്. ഡീസൽ ലീക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരു 2 ദിവസം കൂടെ നിർത്തിയിട്ട് നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഇനിയിപ്പോൾ ആ ലീക്ക് കാരണമാണോ, പ്രഷർ ഇറങ്ങി പോയത് കൊണ്ടാണോ അത് സ്റ്റാർട്ടിങ് ഡിലേ ആയത്, ഇനി വേറെ എന്തെങ്കിലും പമ്പിൻ്റെ ഇഷ്യൂ ആണെന്നുള്ള കാര്യം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ബാക്കി വണ്ടിയിലുള്ള മെക്കാനിക്കൽ ഇഷ്യൂസ് കംപ്ലീറ്റ് നമ്മൾ റീസോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നെ വാട്ടർ പമ്പ് കാര്യങ്ങളൊക്കെ നേരത്തെ മാറിയിട്ടുണ്ട്, അതൊക്കെ നോർമൽ ഇട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. അതിലൊന്നും കംപ്ലൈൻ്റ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ വണ്ടിക്ക് വേണ്ട മേജർ ഇഷ്യൂസ്, ഓയിൽ ലീക്കിൻ്റെ കാര്യം, അതുപോലെ എഞ്ചിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട്, ക്ലച്ച് കാര്യങ്ങൾ, അതെല്ലാം സസ്പെൻഷൻ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കി വണ്ടി നീറ്റാക്കിയിട്ടുണ്ട്. ഇനി ചെറിയ ഇലക്ട്രിക് ഫോൾട്ടുകളുണ്ട്, അതൊന്ന് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആകും. പിന്നെ ഇതിൻ്റെ എയർ ബാഗിൻ്റെ വാർണിംഗ് ലൈറ്റ് ഇടയ്ക്ക് കത്തുന്നുണ്ട്. അത് വന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ എയർ ബാഗിൻ്റെ യൂണിറ്റിൽ ഒരു വയറൊക്കെ സോൾഡർ ചെയ്ത് മൊത്തം ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എയർ ബാഗ് യൂണിറ്റ് കംപ്ലൈൻ്റ് ആണ്, അത് മാറ്റിയാൽ അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടില്ല, അത് കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട്. പിന്നെ ബോഡി ഗ്യാപ്പുകൾ, ബമ്പറിൻ്റെ ഗ്യാപ്പുകളൊന്നും കലയിലായിരുന്നു, ഇപ്പോൾ എല്ലാം നീറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ബോഡി ഗ്യാപ്പും കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്, ഈ ഭാഗവും അതുപോലെ ഈ ഡോറിൻ്റെ ഗ്യാപ്പുകളും, മേലെ കുറച്ച് താഴെ ഗ്യാപ്പ് കൂടുതൽ, അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ പെയിൻറ്റിങ് ചെയ്യേണ്ടി വരും. നമ്മൾ ആ തട്ടലും മുട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പെയിൻറ്റിങ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്നില്ല. ബാക്കിയുള്ള ബമ്പറിൻ്റെ ഗ്യാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്നു. എഞ്ചിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട് മാറിയപ്പോൾ തന്നെ എഞ്ചിൻ്റെ വൈബ്രേഷൻ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. നമുക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഡോർ പാഡും സീറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റലേഷൻ ചെയ്തുകൊണ്ട് ആ സൗണ്ടുകളും കംപ്ലീറ്റ് ആയിട്ട് അറസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ലെഫ്റ്റ് സൈഡിലെ സീറ്റും ഈ റൈറ്റ് സൈഡിലെ സീറ്റിൻ്റെയും റെയിൽ കംപ്ലൈൻ്റ് ഉണ്ട്. റെയിലിന് നല്ല തേയ്മാനം വന്നിട്ടുണ്ട്. നമ്മൾ ഇത്തിരി ഹാമർ വെച്ച് ഇത്തിരി ടൈറ്റ് ആക്കിയാലും ടൈറ്റ് ആവില്ല. അതിൻ്റെ ഒരു സൗണ്ട് മാത്രം നമുക്കൊരു ഇറിറ്റേഷൻ സൗണ്ട് വരുന്നുണ്ട്. മാക്സിമം ഗ്രീസ് ചെയ്തിട്ട് ഞാൻ ചെയ്യാൻ നോക്കും അതിനകത്ത്. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് റെയിലായിട്ട് തന്നെ മാറേണ്ടി വരും. മാറിയാലേ അത് കംപ്ലൈൻറ്റ് സോൾവ് ആവില്ല. അതല്ലാതെ നമ്മൾ അതിൽ എത്ര പണിതിട്ടും കാര്യമില്ല. മെയിനായിട്ട് സിംഗിൾ ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് സീറ്റിൽ നിന്ന് ഇന്നോവയ്ക്ക് മെയിനായിട്ട് ഈ ഒരു സൗണ്ട് വരും, എന്നുള്ളത്. ഇന്റീരിയൽ സൗണ്ട് തന്നെ പോയാൽ തന്നെ വണ്ടി ഓടിക്കാൻ തന്നെ എത്ര ഒരു കംഫർട്ടാണെന്നറിയാം. വണ്ടി ഓടിക്കാൻ നീറ്റായിരിക്കും, ഓടിച്ചു നടക്കാനും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും നീറ്റായിരിക്കും. അപ്പോൾ ആ ഒരു ലെഫ്റ്റ് സൈഡിലെ സീറ്റിൻ്റെ സൗണ്ട് ഒന്നുകൂടെ വരുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് അഴിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം. കിട്ടിയാലും ഒക്കെ, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും റെയിൽ മാറേണ്ടി വരും. അഴിച്ചിട്ട് രണ്ട് സൈഡും ഹാമർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഹെവി ആയിട്ട് തട്ടാനും പറ്റില്ല. ഹെവി ആയിട്ട് തട്ടി കഴിഞ്ഞാൽ ജാമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതാവും. പിന്നെ ഇങ്ങനെ കുറേ യൂസ് ആകുമ്പോൾ വരുന്ന കംപ്ലൈൻ്റ് ആണിത്. ഇതിലിപ്പോൾ 1:19 മീറ്ററിൽ കാണിക്കുന്നത്. മീറ്റർ റീഡിംഗ് ഒക്കെ പക്ക
റോങ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഏകദേശം വണ്ടിയുടെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം വണ്ടി ഒരു 4.5 ലക്ഷം ഒക്കെ ഓടിയ ഒരു കണ്ടീഷനിലൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ എല്ലാ വർക്കും ചെയ്തപ്പോൾ വണ്ടി നീറ്റായിപ്പോൾ ഓടിക്കാനും ഒക്കെ എല്ലാം സ്മൂത്തായി. ഇതിപ്പോൾ 4th ഗിയറിലാണ്. 4th ഗിയറിൽ നമുക്ക് 30-20 പോകുമ്പോഴും അത്രയ്ക്ക് വലിയ ബോഡി സൗണ്ടൊന്നും ഇല്ല. ചില വണ്ടികൾക്ക് നമുക്ക് 4th-ലിട്ടിട്ട് ഒരു 40-ന്റെ താഴെ എന്തായാലും വരാൻ പറ്റില്ല. ചിലപ്പോൾ 40-ലൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും സൗണ്ട് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മളെല്ലാം ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയപ്പോൾ വണ്ടി പക്കയായിട്ടുണ്ട്. ഈ സീറ്റ് റെയിലിൻ്റെ സൗണ്ട് നല്ല ഉണ്ട്, ഒരു കിറുകിറുന്ന് കണ്ടോ, അല്ല ശ്രദ്ധിച്ച് കേട്ടറിയാൻ പറ്റും. ഒരു കിറുകിറുന്നൊരു സൗണ്ട് നല്ലോണം വരുന്നുണ്ട്. അതൊന്ന് എന്തായാലും ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഡീസൽ ഫിറ്ററിൻ്റെ വാർണിംഗ് ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ABS-ൻ്റെ എയർ ബാഗിൻ്റെ വാർണിംഗ് ലൈറ്റ് ഇല്ല, ഡീസൽ ഫിറ്ററിൻ്റെ വാർണിംഗ് ലൈറ്റ് ഉണ്ട്. അതൊന്ന് വയർ കൊടുത്ത് ക്ലിയർ ആക്കണം, എന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. അതിൻ്റെ സെൻസർ ഫോൾട്ടാണ് ഉണ്ടായിരുന്നത്. നേരത്തെ പഴയ ഫിൽറ്റർ ഉണ്ടാകുമ്പോഴും ആ ഒരു ഇത് ചെക്ക് ചെയ്ത് നോക്കി ഞാൻ, ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട് വയർ വലിച്ചു വിട്ട് നോക്കി, പക്ഷേ കെടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡീസൽ ഫിൽറ്റർ അസംബ്ലി തന്നെ മാറാൻ കാരണം. അതെല്ലാം പാർട്സ് നമ്മൾ ഒറിജിനൽ ഏകദേശം പാർട്സിലെല്ലാം OE ഇട്ടേക്കുന്നത് കേട്ടോ. ക്ലച്ച് പിന്നെ ലൂക്കിൻ്റെയാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത്, അത് മതിയാവും. എന്ന് വെച്ചാൽ ക്ലച്ച് ഇപ്പോൾ നമുക്ക് ഒരു വിരലുണ്ട്, ഞാൻ എന്നും പറയുന്നത് പോലെ ഒരു വിരലുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അത്രയും സ്മൂത്താണ് ക്ലച്ചിൻ്റെ കാര്യത്തിൽ. ചുമ്മാ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, അങ്ങനെ അങ്ങ് കൊണ്ടുപോകും. നമ്മൾ ബ്രേക്ക് ബൂസ്റ്ററിൻ്റെ ഒരു സഹായത്തോടു കൂടി ഇങ്ങോട്ട് വലിച്ചെടുക്കില്ല, എന്നമാതിരി നല്ല സ്മൂത്താണ്. ചവിട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ അങ്ങ് താന്നു പോകുന്ന നല്ലൊരു ഫീല് കിട്ടും. മാക്സിമം പാർട്സുകൾ, എൻജിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മാക്സിമം നോർമൽ ഇടാതിരിക്കുക. നോർമൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈബ്രേഷൻ പൂർണ്ണമായിട്ടും പോവില്ല. അതിൻ്റെ മെറ്റീരിയൽ തന്നെ ഹാർഡായിരിക്കും. അതിൻ്റെ റബ്ബർ ബുഷിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനലിനെ അപേക്ഷിച്ചിട്ട് മറ്റ് മെറ്റീരിയലിൻ്റെ ബുഷിൻ്റെ ഹാർഡ്നെസ്, ആ ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവ് ഭയങ്കര കുറവായിരിക്കും. സാധനം കറക്റ്റായിരിക്കും, ഫിറ്റിംഗ് ഒക്കെ കറക്റ്റായിരിക്കും, പക്ഷെ അത് ഇത്തിരി ഹാർഡായിരിക്കും. ആ ഹാർഡാകും തോറും നമുക്ക് ഈ ഒരു കറക്റ്റ് ഒരു വൈബ്രേഷൻ അത് സോൾവ് ആവില്ല, അബ്സോർബ് ആവില്ല. അപ്പോൾ പിന്നെ വീണ്ടും അത് നമുക്ക് വൈബ്രേഷനായിട്ട് നല്ല വണ്ണം ഫീൽ ചെയ്യും. അതുമാത്രമല്ല ആ ഒരു ഫിറ്റിങ്സും ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിഞ്ഞും അങ്ങോട്ടോ നിൽക്കും, കറക്റ്റ് ഫിറ്റിങ്സ് ആയിരിക്കില്ല. ആ സമയത്ത് നമുക്ക് ഈ ബുഷ് വലിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ടെമ്പർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വൈബ്രേഷൻ കൂടാൻ സാധ്യത കൂടുതലാണ്. OE വരുന്ന ചില മൗണ്ട് തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വേരിയേഷനൊക്കെ വരാറുണ്ട്. അങ്ങനെ ചെറിയൊരു മൈന്യൂട്ട് വേരിയേഷൻ വന്നാൽ നമുക്ക് ഭയങ്കര സൗണ്ട് വ്യത്യാസം നല്ലോണം ഫീൽ ചെയ്യും. ആ റബ്ബർ ബുഷ് ആ ഒരു സ്മൂത്ത്നെസ്സിൽ തന്നെ ഇരിക്കണം, ആ ഒരു കറക്റ്റ് പൊസിഷൻ അങ്ങനെയാണോ ആ രീതിക്ക് തന്നെ ഇരിക്കണം. എന്നാൽ മാത്രമേ ആ വൈബ്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വൈബ്രേഷൻ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വലിവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വീണ്ടും വൈബ്രേഷൻ വരും. അതാണ് ചെയ്സ് ബെൻഡൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര പണിതിട്ടും കാര്യമില്ല, പണിതാലും ആ വൈബ്രേഷൻ മാറുകയില്ല. ചെറിയൊരു ബെൻഡ് വന്നാൽ മതി, ഒരു 1 mm ബെൻഡ് ചെയ്സിൽ വന്നാലും നമ്മൾ എൻജിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട് അങ്ങനെയുള്ള എന്ത് സാധനം മാറിയിട്ടും കാര്യമില്ല, വണ്ടിക്ക് വൈബ്രേഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും, മാറില്ല. എങ്ങനെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ അതൊക്കെ വണ്ടി എടുക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. വണ്ടി എടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കണം. മെയിനായിട്ട് വിലക്കുറവെന്ന് പറഞ്ഞിട്ട് MH വണ്ടി, മഹാരാഷ്ട്ര വണ്ടി നമ്മൾ എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 ലക്ഷം 1.5 ലക്ഷം റുപ്യൻ്റെ പണികളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാനായിട്ടും ആ റേറ്റ് സംസാരിച്ചിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ പെട്ടുപോകും. ചില വണ്ടികളൊക്കെ ഇതിപ്പോൾ നമ്മളിപ്പോൾ എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും വന്ന് ശരിയാക്കാം എന്നുള്ള ധാരണ കൊണ്ട് നമ്മൾ വണ്ടി എടുക്കും. ഒരു 1 ലക്ഷം രൂപ ഇറക്കാം, അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ ഇറക്കാം എന്നുള്ളൊരു ധാരണ കൊണ്ട് നമ്മൾ വണ്ടി എടുക്കും. പക്ഷേ വണ്ടി പണിതാലും നമുക്ക് കംപ്ലയിൻറ്റ് ചിലപ്പോൾ തീരുകയും ചെയ്യില്ല. എന്ന് വെച്ചാൽ ചേസ് വെൻ്റ് അങ്ങനെ ഇടിച്ച വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ 8ൻ്റെ പണി കിട്ടും. അതൊക്കെ ശ്രദ്ധിച്ച് വേണം വണ്ടികൾ എടുക്കാനായിട്ട്. ഷോറൂം സർവീസ് അങ്ങനെ അല്ലെങ്കിൽ പരിചയമുള്ള വണ്ടികൾ ഷോറൂം സർവീസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇല്ല, നോർമൽ വർക്ക്ഷോപ്പിലാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന പോലുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് വിശ്വസിച്ച് വണ്ടി എടുക്കുക. അപ്പോൾ പിന്നെ വലിയ കുഴപ്പം വരില്ല. കറക്റ്റ് നമുക്ക് സർവീസ് മെയിൻ്റനൻസ് മാത്രം ക്ലിയർ ചെയ്ത് പോയാൽ മതി. ഇല്ലാത്ത പക്ഷം വണ്ടി എടുത്ത് അതിൻ്റെ പിന്നാലെ പണിത് കൊണ്ട് നടക്കണം. അത് നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാവും. ഇപ്പം നമ്മൾ പണിയുന്ന ആൾക്കാർക്ക് നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ വണ്ടി ചെയ്സോ ഇല്ലെങ്കിൽ ബോഡിയോ എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എത്ര ഒപ്പിച്ചിട്ടും കാര്യമില്ല. നമുക്കത് ക്ലിയർ ആയിട്ട് ഒരു 100% രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പുറമേ ഉള്ള വണ്ടികളൊക്കെ എടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് നിവൃത്തിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ചെറിയൊരു ഇലക്ട്രിക് വർക്ക് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇല്ലേ നമുക്ക് കാലത്ത് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കൺഫേം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള വർക്കുകൾ ചെയ്ത വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആണ്, നമുക്ക് കുഴപ്പമില്ല, ഓടിക്കാനും അതിൻ്റെ പുള്ളിങ്ങും കാര്യങ്ങളെല്ലാം റിട്ടേൺ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ഡിലേയും ഈ വയറിങ്ങിൻ്റെ ചെറിയൊരു ഇഷ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഡെലിവറി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.